സ്നേഹമുള്ളവരെ, നമസ്കാരം. നമ്മളിന്ന് വിജ്ഞാൻ ഭൈരവ് തന്ത്രയിലെ മൂന്നാമത്തെ വിദ്യയിലൂടെ തിരയുന്നത് അത് നമ്മളെ തന്നെയാണ്. ഒരു വീടിന് പുറം ചുവരുകളും ഉള്ളിലൊരു മുറിയും ഉള്ളതുപോലെ മനുഷ്യനും രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഉപരിതലവും മറ്റൊന്ന് കേന്ദ്രവും. നമ്മുടെ ജീവിതം എന്നത് ഒരു വൃത്ത പരിധിയിലാണ്, ഒരു ചക്രം പോലെ. ചക്രം അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ചക്രത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്താണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ചക്രം കറങ്ങുമ്പോൾ നമുക്കും അതിവേഗം ചലിക്കേണ്ടി വരും. അവിടെ വലിയ ബഹളങ്ങളും വേഗതയും അസ്വസ്ഥതകളും മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നമ്മുടെ സാധാരണ ജീവിതം. ജോലി, കുടുംബം, പ്രശ്നങ്ങൾ എന്ന ചക്രത്തിൻ്റെ അരികിൽ തൂങ്ങിക്കിടന്ന് നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചക്രത്തിൻ്റെ കൃത്യൻ മധ്യഭാഗത്തേക്കൊന്ന് നോക്കിയാൽ ഈ ചക്രം കറങ്ങുമ്പോഴും അതിൻ്റെ കേന്ദ്രബിന്ദു ഒട്ടും ചലിക്കാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ കേന്ദ്രം നിശ്ചലമായതുകൊണ്ട് മാത്രമാണ് പുറത്തുള്ള ചക്രത്തിന് അതിവേഗം കറങ്ങാൻ കഴിയുന്നതും. നമുക്കുള്ളിലും ഇത്തരമൊരു നിശ്ചലമായ കേന്ദ്രമുണ്ട്. പുറത്ത് ജീവിതം എത്ര വലിയ വേഗത്തിൽ കറങ്ങിയാലും ഉള്ളിലെ ആ കേന്ദ്രം എപ്പോഴും ശാന്തമാണ്. ആ കേന്ദ്രത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ വേഗതയിൽ തളർന്നു പോകുന്നത്. നോക്കൂ, നമ്മളൊരു വലിയ കൊട്ടാരത്തിൻ്റെ ഉടമയാണെന്ന് കരുതുക. പക്ഷെ നമ്മൾ വർഷങ്ങളായി ആ കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ മാത്രമാണ് ജീവിക്കുന്നത്. തെരുവിലൂടെ പോകുന്നവർ നമ്മെ കാണുകയും നമ്മൾ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പുറത്തെ വെയിലും മഴയും പൊടിയും എല്ലാം നമ്മളെ ഏൽക്കുന്നുണ്ട്. പക്ഷെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ സ്വർണം പൊതിഞ്ഞ ഒരു മുറിയുണ്ടെന്നും അവിടെ പരമമായ ശാന്തിയുണ്ടെന്നുമുള്ള കാര്യം മാത്രം നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരവും മനസ്സും ഈ ഉമ്മറപ്പടി പോലെയാണ്. ചിന്തകളും വികാരങ്ങളും തെരുവിലെ യാത്രക്കാരെ പോലെ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഉമ്മറപ്പടിയിൽ ഇരുന്ന് പരാതി പറയുകയാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല എന്നൊക്കെ. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എഴുന്നേറ്റ് ഉള്ളിലേക്ക് നടക്കുക എന്നതാണ്. അതല്ലേ ശരി? ആ മുറിയാണ് നമ്മുടെ കേന്ദ്രം. അവിടേക്ക് കടക്കാനുള്ള വാതിലാണ് ശ്വാസം. നമ്മൾ ഈ പഠനത്തിലൂടെ ചെയ്യാൻ പോകുന്നത് ഉമ്മറപ്പടിയിൽ നിന്ന് എഴുന്നേറ്റ് ഉള്ളിലെ ആ ശാന്തമായ മുറിയിലേക്ക് നടക്കുക എന്നതാണ്. കുടുംബം, ജോലി, പണം, പ്രശസ്തി ഇവയെല്ലാം വൃത്തത്തിൻ്റെ അരികുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. കേന്ദ്രമില്ലാതെ ഒരു വൃത്തത്തിന് നിലനിൽപ്പില്ലെങ്കിലും നമ്മൾ ആ കേന്ദ്രത്തെ മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എത്രയൊക്കെ നേടിയാലും നമുക്കുള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത്. ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ശ്വാസമെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത് ഒരേ സമയം ഭൗതികവും ആത്മീയവുമാണ്. നമ്മളൊരു വലിയ നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ പാലത്തിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ശരീരമാണ്, മറ്റേ അറ്റത്ത് നമ്മുടെ ആത്മാവുമാണ്, അഥവാ ബോധമാണ്. സാധാരണയായി നമ്മൾ ഒന്നുകിൽ
ശരീരത്തിൻ്റെ അറ്റത്ത് നിൽക്കും, അല്ലെങ്കിൽ ചിന്തകളുടെ ലോകത്ത് നിൽക്കും. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് പാലത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കുന്നത് പോലെയാണത്. പുറത്തേക്ക് പോകുമ്പോൾ അത് തിരിച്ചും നടക്കുന്നു. ഇവിടെ ശിവൻ നൽകുന്ന വിദ്യ പാലത്തിൻ്റെ കൃത്യം മധ്യത്തിൽ നിൽക്കുക എന്നതാണ്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തെയും കാണാം, ആത്മാവിനെയും കാണാം. പാലത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒഴുക്കിൻ്റെ ഭാഗമല്ലാതായി മാറും. നമ്മൾ വെറും ഒരു നിരീക്ഷകൻ മാത്രമാകും അവിടെ. ആ നിരീക്ഷണമാണ് ധ്യാനം. ഇവിടെ ശ്വാസം നിലച്ചാൽ പാലം തകരുകയും ശരീരം വെറും ജഡമായി മാറുകയും ചെയ്യും. നിങ്ങളെപ്പോഴെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശ്വസന ഗതിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവൻ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ അവൻ്റെ ശ്വാസനിശ്വാസത്തെ ശ്രദ്ധിച്ചാൽ അവൻ്റെ നെഞ്ചൊട്ടും അനങ്ങുന്നില്ല എന്നും പകരം അവൻ്റെ അടിവയർ ഒരു താളം പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ കാരണം കുട്ടി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുകയാണ് അവിടെ. അവൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അവനിവിടെ മാന്യനായി അഭിനയിക്കേണ്ടതില്ല. അവന് വയർ പുറത്തേക്ക് തള്ളുന്നതിൽ നാണക്കേടില്ല. അവൻ്റെ ശ്വാസം കേന്ദ്രമായ നാഭിയെ സ്പർശിച്ചു മടങ്ങുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ ഉണരുമ്പോൾ അത്രയും ഊർജ്ജസ്വലനാകുന്നത്. നാഗരികതയുടെ വിഷം തീണ്ടാത്ത ശുദ്ധമായ ശ്വസനമാണിത്. അവൻ എപ്പോഴും ആ കേന്ദ്രത്തിലാണ്. നമ്മൾ വളർന്നപ്പോൾ സമൂഹം നമുക്ക് നൽകിയ നിർദ്ദേശം നെഞ്ച് വിരിച്ചു നിൽക്കുക എന്നതാണ്. നെഞ്ചു വിരിക്കുക എന്നത് ഒരുതരം പ്രതിരോധമാണ്. ഒരു പട്ടാളക്കാരൻ ശത്രുവിന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണത്. അടിവയർ ഉള്ളിലേക്ക് വലിച്ച് നെഞ്ച് വീർപ്പിച്ച് പിടിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശ്വാസത്തെ പകുതി വഴിയിൽ തടയുകയാണ് ചെയ്യുന്നത്. നാഭി എന്ന കേന്ദ്രത്തിലേക്കത് എത്തുന്നില്ല. കാരണം അടിവയർ അയച്ചിട്ടാൽ നമ്മൾ ദുർബലനായി പോകുമെന്ന് സമൂഹം നമ്മെ ഭയപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വയർ പുറത്തേക്ക് കാണിക്കുന്നത് അഭംഗിയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പങ്ങൾക്കായി നമ്മൾ നമ്മുടെ ജീവശ്വാസത്തെ നെഞ്ചിൽ തളച്ചിടുകയാണ് ഉണ്ടായത്. ഈ സമൂഹം നമ്മളെ പലതും പഠിപ്പിച്ചു. നെഞ്ചു വിരിച്ച് നടക്കണം, കരയാതിരിക്കണം എന്നൊക്കെ. ഇത്തരം നിർദ്ദേശങ്ങൾ നമ്മുടെ സ്വാഭാവിക ശ്വസനത്തെ തകർക്കുകയാണ് ഉണ്ടായത്. നാഗരികനായ മനുഷ്യൻ നെഞ്ചിൽ മാത്രം ശ്വസിക്കുന്നവനായി മാറി. സമൂഹം നമ്മെ എപ്പോഴും ഭയപ്പെടുത്തി നിർത്താൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഓഷോ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. തെരുവിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ശ്വാസം മുറുക്കി പിടിക്കുമെന്ന്. ഒരു കുറ്റവും നമ്മൾ ചെയ്തിട്ടുണ്ടാകില്ല, എങ്കിലും ഭയം നമ്മുടെ ശ്വാസത്തെ നെഞ്ചിലേക്ക് വലിച്ചു കയറ്റും. ഇനി മുതൽ ഭയപ്പെടുമ്പോൾ നമ്മളുടെ ശ്വാസം എങ്ങനെയാകുന്നു എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കണം. സത്യത്തിൽ ഈ അധികാരികൾക്ക് നമ്മെ അടിമയാക്കാൻ ചങ്ങലകളുടെയൊന്നും ആവശ്യമില്ല. പകരം നമ്മുടെ ശ്വാസത്തെ ഉപരിപ്ലവമാക്കി നിലനിർത്തിയാൽ മാത്രം മതി. നിങ്ങൾക്കറിയാമോ, ആഴത്തിൽ ശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അതിശക്തനായിരിക്കും. അവൻ്റെ ഉള്ളിൽ നിന്ന് ഭയം പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും. ഭയമില്ലാത്തവനെ ആർക്കും ഭരിക്കാനാവില്ല.
അതുകൊണ്ട് ആഴത്തിലുള്ള ശ്വസനം എന്നത് ഒരു വലിയ വിപ്ലവം കൂടിയാണ്. നമ്മുടെ സമൂഹം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശ്വസനത്തെ സത്യത്തിൽ വികൃതമാക്കുകയാണ് ഉണ്ടായത്. ശ്വാസം നമ്മുടെ അടിവയറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് നമ്മുടെ ലൈംഗിക കേന്ദ്രത്തെ സ്പർശിക്കുന്നുണ്ട്. നമ്മുടെ ഈ ലോകം ലൈംഗികതയെ പാപമായി ചിത്രീകരിച്ചതോടെ നമ്മൾ അബോധ മനസ്സിൽ ശ്വാസത്തെ താഴേക്ക് വിടാൻ ഭയപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമെന്നത് നമ്മൾ ഊർജ്ജസ്വലതയില്ലാത്ത മൃദുപ്രായരായ മനുഷ്യരായി മാറി എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ഒരു വീണ പോലെയാണ്. ഓരോ ശ്വാസവും ആ വീണയുടെ തന്ത്രികളിൽ വീഴുന്ന വിരലുകളാണ്. ശ്വാസം അടിവയറ്റിലെ കേന്ദ്രത്തെ സ്പർശിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ സംഗീതം ഇവിടെ പൂർണ്ണമാകുകയുള്ളൂ. എന്നാൽ സദാചാരവാദിയായ ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് ആ വീണയുടെ താഴെയുള്ള തന്ത്രികൾ തൊടുന്നത് പാപമാണെന്നാണ്. അവൻ മുകളിലെ തന്ത്രികളിൽ മാത്രം വിരലോടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സംഗീതമില്ല, വെറും ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ പൂർണ്ണമായി ശ്വസിക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം ഒരു അപശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈംഗികതയെ ഭയപ്പെടുന്നവൻ യഥാർത്ഥത്തിൽ ജീവനെയാണ് ഭയപ്പെടുന്നത്. ജീവൻ്റെ ഉറവിടം എവിടെയാണ്? ആഴത്തിൽ ശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജൈവോർജത്തെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അത് അശ്ലീലമല്ല, മറിച്ച് പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതമാണിത്. ആ ഊർജത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അത് പ്രേമമായും പിന്നീട് ധ്യാനമായും രൂപാന്തരപ്പെടുന്നു. നോക്കൂ, സ്നേഹിക്കുമ്പോൾ പോലും നമ്മൾ വിരൂപരാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് സമ്മതിച്ചു തരുമോ? ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ പറയാൻ കാരണമെന്നത് അവിടെ നമ്മൾ പൂർണ്ണമല്ല എന്നതുകൊണ്ടാണ്. നമ്മുടെ പകുതി മനസ്സ് എപ്പോഴും നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കുട്ടി ദേഷ്യപ്പെടുമ്പോൾ പോലും അവൻ സുന്ദരനാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അവൻ പൂർണ്ണമായും ദേഷ്യമായി മാറുകയാണ് ചെയ്യുന്നത്. കോഷ പറയുന്ന അതിശക്തമായ ഒരു ഉദാഹരണമുണ്ട്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴോ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിങ്ങളുടെ മുഖം ഒരിക്കലെങ്കിലും നോക്കണമെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പലപ്പോഴും നമ്മുടെ മുഖം വിരൂപമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കാരണം സ്നേഹിക്കുമ്പോൾ പോലും നമ്മുടെ പകുതി മനസ്സ് നമ്മെ നിയന്ത്രിക്കുകയാണ്. ഞാനൊരു മാന്യനാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ അബോധ മനസ്സ് നമ്മോട് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നിയന്ത്രണമുള്ളിടത്ത് സൗന്ദര്യമുണ്ടാവില്ല. നമ്മളിവിടെ പൂർണ്ണമായി ഒന്നിലുമില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു കുഞ്ഞിനെ നോക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവൻ്റെ മുഖം ചുവന്നു തുടുക്കും. അവൻ ആ ദേഷ്യം മാത്രമായി മാറും. അവിടെ ഞാനെന്ന മുഖംമൂടിയില്ല, അവിടെ പൂർണ്ണത മാത്രമേ ഉള്ളൂ. ആ പൂർണ്ണതയാണ് സൗന്ദര്യം. നമ്മൾ കേന്ദ്രത്തിലേക്ക് ശ്വസിക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ ഇവിടെ പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്നേഹം വിരൂപമായ ഒരു സംഘട്ടനമല്ലാതായിത്തീരും. പകരം അത് മനോഹരമായ ഒരു സമർപ്പണമായി മാറും. വിജ്ഞാൻ ഭൈരവതന്ത്ര പഠിപ്പിക്കുന്നത് ഒന്നിനെയും ഭയപ്പെടാതെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് ശ്വസിക്കാനാണ്. അവിടെ മാത്രമേ യഥാർത്ഥമായ ആനന്ദം കുടികൊള്ളുന്നുള്ളൂ. ശിവൻ പറയുന്നത് ഈ കേന്ദ്രം ഊർജരഹിതവും ഊർജഭരിതവുമാണ് എന്നാണ്.
നമ്മുടെ ശാരീരികോർജം അവിടെ ഇല്ലാത്തതിനാൽ അവിടെ ശൂന്യമാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ മഹാസ്രോതസ് അവിടെ ഉള്ളതിനാൽ അത് അനന്തവുമാണ്. ശിവൻ പറയുന്ന ഈ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ നമുക്ക് നമ്മളിരിക്കുന്ന ഈ ഒരു മുറിയെ എടുക്കാം. ഈ മുറിയെ ഒരു മുറിയാക്കി മാറ്റുന്നത് സത്യത്തിൽ എന്താണ്? ഇതിൻ്റെ ചുവരുകളാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഈ ചുവരുകൾക്കുള്ളിലെ ശൂന്യതയാണ്. ഈ ചുവരുകളെല്ലാം ദ്രവ്യമാണ്, അത് ഊർജഭരിതമാണ്. എന്നാൽ ഈ മുറിക്കുള്ളിലെ ശൂന്യതയിലൊന്നുമില്ല. ഇവിടെ ഊർജരഹിതമാണ്. ചുറ്റുമുള്ള ഈ ശൂന്യതയില്ലെങ്കിൽ നമുക്ക് ഈ മുറിയിൽ ഇരിക്കാൻ കഴിയില്ല. നമ്മുടെ കേന്ദ്രവും ഇതുപോലെയാണ്. നമ്മുടെ ശരീരവും മനസ്സും ചുവരുകൾ പോലെയാണ്. അതിനുള്ളിലെ കേന്ദ്രം ശൂന്യവുമാണ്. അവിടെ നമ്മുടെ അഹങ്കാരമില്ല, ചിന്തകളില്ല, ഒന്നും തന്നെയില്ല. എന്നാൽ ആ ശൂന്യതയിലാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നതും. ഒരു പാത്രം ശൂന്യമാകുമ്പോൾ മാത്രമല്ലേ അതിൽ എന്തെങ്കിലും നിറയ്ക്കാൻ കഴിയൂ. നമ്മൾ ശൂന്യമാകുമ്പോൾ ദൈവം നമ്മിലേക്ക് ഒഴുകി വരും. ഒരു വാഹനം ന്യൂട്രൽ ഗിയറിൽ ഇടുമ്പോൾ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ചക്രങ്ങളുമായി ബന്ധപ്പെടുന്നില്ല എന്ന് പറയുന്നത് പോലെയാണിത്. ശ്വാസം തിരിയുന്ന അസന്ധിയിൽ നമ്മൾ യന്ത്രത്തിൻ്റെ ഭാഗമല്ലാതായി മാറുന്നു. നമ്മൾ വെറും ബോധം മാത്രമായി മാറുന്നു. അവിടെ മരണമില്ല, അവിടെ കാലമില്ല. ആ നിമിഷത്തിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്താണ് ഉണ്ടാവുക. നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ആ വിടവിൽ നമ്മൾ ഒന്നുമല്ലാതായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സർഗാത്മകതയുമായി ഒന്നാവുകയാണ്. ആ ശൂന്യതയിൽ നിന്നാണ് നമ്മുടെ ജീവിതം വീണ്ടും പുനർജനിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിമിഷത്തിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്താണെന്ന് പറയുന്നത്. ദൈവം എന്നതൊരു വ്യക്തിയല്ലല്ലോ, അത് ഈ അനന്തമായ ശൂന്യതയല്ലേ. നമ്മുടെ ഭാരതം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് നമുക്കറിയാം. അത് പൂജ്യത്തെയാണ്. പൂജ്യമെന്നാൽ ഒന്നുമില്ലാത്തത് എന്നല്ലേ അർത്ഥം. എന്നാൽ മറ്റ് അക്കങ്ങൾക്ക് മുൻപിൽ ഈ പൂജ്യം ചേരുമ്പോൾ അത് അതിൻ്റെ മൂല്യത്തെ 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. പൂജ്യം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് വിലയില്ലെന്ന് തോന്നാം, പക്ഷേ അതെല്ലാ കണക്കുകളുടെയും അടിസ്ഥാനമാണ്. ആത്മീയതയിൽ ഈ പൂജ്യത്തെയാണ് നമ്മൾ ശൂന്യത എന്ന് വിളിക്കുന്നത്. നമ്മൾ ഞാൻ ഇന്ന ആളാണ്, എനിക്കിത്രയും അറിവുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വെറുമൊരു അക്കം മാത്രമാണ്. എന്നാൽ ശ്വാസം നിലയ്ക്കുന്ന ആ വിടവിൽ നമ്മൾ പൂജ്യമായി മാറുന്നു. ആ നിമിഷം നമ്മൾ ഒന്നുമല്ലാതാകുന്നു. എപ്പോഴാണോ നമ്മൾ ഒന്നുമില്ലാതാകുന്നത്, അപ്പോൾ നമ്മൾ അനന്തമായി മാറുകയാണ്. ആ അനന്തമായ ശൂന്യതയാണ് ദൈവം. നമ്മൾ പൂജ്യമാകുമ്പോൾ നമ്മൾ ദൈവമായി മാറും. നമുക്ക് മൂന്നാമത്തെ വിദ്യയുടെ പരിശീലന ക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിന് ബലം കൊടുക്കാതെ നട്ടെല്ല് നിവർത്തിയിരിക്കും. ഒരു വില്ലിൻ്റെ ഞാൻ അയച്ചിടുന്നത് പോലെ ശരീരം പൂർണ്ണമായും അയച്ചിടണം. നമ്മുടെ ഇഷ്ടാനുസരണം കൈകൾ നമുക്ക് മടിയിൽ വയ്ക്കാം. നമ്മുടെ കണ്ണുകൾ പകുതി തുറന്ന കണ്ണുകളിലൂടെ തറയിലേക്ക് നോക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ കണ്ണുകൾ പാതി തുറക്കുന്നതെന്ന് വെച്ചാൽ, കണ്ണുകൾ പൂർണ്ണമായി അടച്ചാൽ ഒരുപക്ഷെ നമ്മൾ സ്വപ്നങ്ങളിലേക്ക് വഴുതിപ്പോയേക്കാം. പൂർണ്ണമായി തുറന്നിരുന്നാലോ പുറത്തെ കാഴ്ചകൾ നമ്മളെ അസ്വസ്ഥനുമാക്കിയേക്കാം.
പകുതി തുറന്ന കണ്ണുകൾ നമ്മൾ ഒരേ സമയം ഉള്ളിലും പുറത്തുമുണ്ടെന്നതിൻ്റെ അടയാളമാണ്. ബുദ്ധശിലകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ചില രഹസ്യങ്ങൾ ഗ്രന്ഥങ്ങളിലുണ്ടാവില്ല, ശിലകളിലുണ്ടാവും. ശരി, നമ്മുടെ ശ്രദ്ധയെ പതുക്കെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ശ്വസിക്കാനായി ശ്രമിക്കരുത്. പകരം സ്വാഭാവികമായ ശ്വാസം നടക്കുന്നതിനെ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഒരു പുഴയുടെ തീരത്തിരുന്ന് പുഴ ഒഴുകുന്നത് നോക്കി നിൽക്കുന്നത് പോലെ ആയിരിക്കണം ഇത്. നമ്മുടെ ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് വരികയും അത് തൊണ്ടയിലൂടെ കടന്ന് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്വാസം നെഞ്ചിൽ നിൽക്കാതെ നമ്മുടെ അടിവയറ്റിലേക്ക്, നാഭിയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ശ്വാസം നമ്മുടെ നാഭിയെ തൊടുമ്പോൾ അടിവയർ പതുക്കെ മുന്നോട്ട് വരുന്നത് അനുഭവിക്കണം. ഓർക്കുക, ഇതൊരു വ്യായാമമല്ല, മറിച്ച് നമ്മുടെ സഹജമായ ശ്വസനമാണ്. ശ്വാസം നമ്മുടെ നാഭിയെ സ്പർശിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിരീക്ഷണത്തിൽ നമ്മളൊരു സബ്ജക്റ്റ് അല്ല, മറിച്ച് വെറുമൊരു സാക്ഷി മാത്രമാണ്. ശ്വാസമുള്ളിലേക്ക് വന്നു കഴിഞ്ഞ് അത് തിരിച്ച് പുറത്തേക്ക് പോകുന്നതിന് മുൻപൊരു നിമിഷം അതവിടെ നിൽക്കുന്നുണ്ട്. അതീവ സൂക്ഷ്മമായൊരു നിമിഷം. ഉൾശ്വാസം അവസാനിക്കുകയും ബഹിർശ്വാസം തുടങ്ങുകയും ചെയ്യുന്ന ആ ബിന്ദു, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ നിമിഷം അവിടെ ശ്വാസമില്ല, ചലനമില്ല. പക്ഷേ നമ്മൾ ശ്വാസത്തെ ബോധപൂർവം ഇവിടെ പിടിച്ചു നിർത്തരുത്. അത് തനിയെ നിൽക്കുന്ന ആ നിശ്ചലാവസ്ഥയെ നമ്മൾ സ്പർശിക്കുകയാണ് വേണ്ടത്. ഇവിടെയാണ് ശിവൻ ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കേന്ദ്രവും. ആ ബിന്ദുവിൽ നമ്മൾ ശരീരവുമല്ല, മനസ്സുമല്ല. ആ ബിന്ദുവിൽ നമ്മൾ വെറുമൊരു അസ്തിത്വം മാത്രമാണ്. ആ വിടവിലേക്കൊന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അവിടെ നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം ചിന്തകൾക്ക് സഞ്ചരിക്കാൻ ശ്വാസം എന്ന ഇന്ധനം ആവശ്യമാണ്. ശ്വാസമില്ലാത്ത ഈ വിടവിൽ നമ്മുടെ ചിന്തകൾ അസ്തമിക്കുന്നു. ഇവിടെ നമ്മൾ ഒന്നുമല്ലാതായി മാറുന്നു. ഈ ശൂന്യതയെ ഭയപ്പെടരുത്. ഈ ശൂന്യതയിൽ നമ്മൾ പൂർണ്ണമായും വിശ്രമിക്കേണ്ടതുണ്ട്. ഒരു മുറിയിൽ തനിച്ച് വിശ്രമിക്കുന്നത് പോലെ. അവിടെ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്താണ്. ആ നിമിഷത്തിൽ നമ്മളും പ്രപഞ്ചവും തമ്മിൽ വേർതിരിവില്ല. നമ്മൾ ആ ശൂന്യതയിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുക. ഞാനെന്ന ഭാവം അലിഞ്ഞുപോയി, ഉണ്ട് എന്ന അവസ്ഥ മാത്രം ബാക്കിയാകും ഇവിടെ. ശ്വാസം പുറത്തേക്ക് പോയി പുതിയ ശ്വാസം എടുക്കുന്നതിന് മുൻപും ഒരു സന്ധിയുണ്ട്. ഈ രണ്ട് വിടവുകളിലും നമ്മൾ ശ്രദ്ധാലുവാകേണ്ടതുണ്ട്. അകത്തും പുറത്തുമുള്ള ഈ നിശബ്ദതകൾക്കിടയിൽ നമ്മുടെ ബോധം ഒരു തിരുനാളം പോലെ ഉണർന്നിരിക്കും. ഉചിതം പോലെ പതുക്കെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധവാനാവുക. വളരെ പതുക്കെ, സാവധാനം നമുക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഈ ശാന്തി നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു ഗൈഡഡ് ധ്യാന രീതിയല്ല. അങ്ങനെ കഴിയില്ല. കാരണം മറ്റൊരു ശബ്ദത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ വിടവിനെ മറന്ന് അടുത്ത നിർദ്ദേശത്തിനായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നമ്മെ പരാജയത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഈ ലളിതമായ വിദ്യ ചെയ്യാൻ ആകെ വേണ്ടത് കുറച്ച് ശ്രദ്ധ മാത്രമാണ്. ഈ വിദ്യ ഒരു തവണ ചെയ്തു തീർക്കേണ്ട ഒന്നല്ല. ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയായി മാറണം. ഓഫീസിലിരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഈ കേന്ദ്രത്തെ സ്പർശിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ ശ്വാസവും നമ്മളിലേക്ക് തന്നെ എത്തിക്കുവാനുള്ള വാതിലാണ്. ഈ വാതിൽ നമുക്കായി എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നിശബ്ദതയിലേക്കുള്ള ഈ മടക്കയാത്ര നമ്മളെ കൂടുതൽ സ്നേഹമുള്ളവരും സമാധാനമുള്ളവരുമാക്കി മാറ്റട്ടെ. നന്ദി, നമസ്കാരം.